സർപ്പങ്ങളും നാഗങ്ങളും ഒന്നാണോ? എന്താണ് മണിനാഗം? എന്താണ് കരിനാഗം? നമുക്കിങ്ങനെ കുറേയേറെ സംശയങ്ങളുണ്ടാവും. ആ സംശയങ്ങൾക്ക് ഉള്ളൊരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. സർപ്പങ്ങളും നാഗവും ഒരേ വർഗത്തിലാണെങ്കിലും വെവ്വേറെയാണ് എന്നാണ് ഹിന്ദു പുരാണ പ്രകാരം കരുതപ്പെടുന്നത്. പ്രധാനമായും പലവിധ കഥകളുണ്ടെങ്കിലും നമ്മൾ ഭഗവത്ഗീത അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ വിഷമുള്ള ഉരകവർഗ്ഗങ്ങളെ സർപ്പമെന്നും വിഷമില്ലാത്ത പാമ്പുകളെ നാഗമെന്നും അറിയപ്പെടുന്നു. സർപ്പങ്ങളുടെ രാജാവ് ശിവൻ്റെ ആഭരണമായുള്ള വാസുകിയും നാഗരാജാവ് വൈഷ്ണവ ശയ്യയായി കിടക്കുന്ന അനന്തനും ആണ്. സർപ്പണം ചെയ്യുക അഥവാ ഇഴയുക എന്നുള്ള വാക്കിൽ നിന്നാണ് സർപ്പം എന്ന വാക്കുണ്ടായത്. രണ്ടു കൂട്ടരും കശ്യപ പ്രജാപതിയുടെ ഭാര്യയായ കദ്രുവിൻ്റെ സന്താനങ്ങളാണ്. സർപ്പങ്ങൾ ജാതകത്തെ, അതായത് സർപ്പങ്ങളായാലും നാഗങ്ങളായാലും ജാതകത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് നമ്മൾ മണിനാഗം, കരിനാഗം എന്നൊക്കെ അറിയപ്പെടുന്ന പലവിധ നാഗസർപ്പാദികൾക്ക് പ്രാധാന്യം ലഭിക്കുന്നത് അവിടെയാണ്. രാഹുവിന് വ്യാഴബന്ധം വന്നു കഴിഞ്ഞാൽ ഉത്തമ സർപ്പം അഥവാ മണിനാഗം എന്നാണ് അറിയപ്പെടുന്നത്. അതുതന്നെ രാഹുവിന് ചന്ദ്രബന്ധം വന്നു കഴിഞ്ഞാൽ അധമ സർപ്പം അഥവാ കരിനാഗം എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ശനിയുമായാണ് രാഹുവിന് ബന്ധം വന്നു കഴിഞ്ഞാൽ കല്ലുരുട്ടി സർപ്പം. രവി ബന്ധം വന്നു കഴിഞ്ഞാൽ നാഗരാജാവ്. രാഹുവിന് ചന്ദ്രശുക്രന്മാരുടെ പൂർണ്ണബന്ധം വന്നാൽ നാഗയക്ഷിയും. രാഹുവിന് ചന്ദ്രകുജന്മാരുടെ ബന്ധം വന്നു കഴിഞ്ഞാൽ നാഗചാമുണ്ടിയും എന്നീ വ്യത്യാസങ്ങൾ പറയപ്പെടുന്നു. ഇതിനനുസരിച്ചാണ് നമ്മുടെ ജാതകത്തിൽ എങ്ങനെയാണോ ഈ ബന്ധങ്ങൾ വരുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ നാഗദൈവങ്ങളെയും പ്രാർത്ഥിക്കേണ്ടത്. അത് പക്ഷേ പ്രധാനപ്പെട്ട അമ്പലങ്ങൾ ഏതൊക്കെ വരുന്ന വഴിയാണെങ്കിൽ നമ്മൾ ജാതകം പരിശോധിച്ച് പ്രാർത്ഥിക്കണം എന്നൊന്നും ആവശ്യമില്ല. പക്ഷേ പ്രത്യേകതരം ദോഷങ്ങൾക്ക് ഇങ്ങനെ ജാതകം പരിശോധിച്ച് നമ്മൾ പൂജ ചെയ്യുന്നത് നല്ലതായിരിക്കും. സർപ്പശാപങ്ങൾ, സർപ്പദോഷങ്ങൾ, പ്രധാന വഴിപാടുകൾ, സർപ്പബലി നടക്കുന്ന എല്ലാ ദിവസവും നടക്കുന്ന കേരളത്തിലെ ഒരേ ഒരു അമ്പലം ഏതൊക്കെയാണ് എന്നുള്ള എല്ലാ വിശദ വിവരങ്ങളും അടുത്ത ഭാഗത്തിൽ പറയാം. അടുത്ത ഭാഗത്തിന് താല്പര്യമുള്ളവർ ഹരിയോം എന്ന് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.